അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഒരു നല്ല പ്രധാനപ്പെട്ടൊരു മസ്അലയാണ് ഇത്. ഈ മസ്അല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മസ്അലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം. ദീനിയായ ഇൽമ് പഠിക്കാനും അത് അമൽ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജുമുഅയുടെ റവാത്തിബ് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരം അത് ളുഹറിന്റെ റവാത്തിബ് പോലെ തന്നെയാണ്. 4 റകഅത്ത് മുമ്പും 4 റകഅത്ത് ശേഷവും, 2 റകഅത്ത് മുഅക്കദത്ത്, 2 റകഅത്ത് ഗൈറു മുഅക്കദത്ത്. എന്നാൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തഹിയ്യത്തല്ലാത്ത എല്ലാ നിസ്കാരവും ഹറാമാണ്. എത്രത്തോളം ഫുഖഹാക്കൾ പറയുന്നത്, ഖളായി പോയ ഫർള് നിസ്കാരം പോലും ആ സമയത്ത് ഓർമ്മ വന്നാൽ ആ സമയത്ത് നിസ്കരിക്കരുത്. നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുകയും ചെയ്യില്ല. ഒരാൾ ജുമുഅക്ക് വന്നിട്ട് പള്ളിയിലെത്തി ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അയാൾക്ക് ഓർമ്മ വന്നത് ഞാൻ സ്വബീകരിച്ചിട്ടില്ല എന്ന്. എന്നാൽ ആ സമയത്ത് സ്വബീ നിസ്കരിക്കരുത്. ആ സ്വബീ നിസ്കരിക്കൽ ഹറാമാണ്. നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുകയും ചെയ്യില്ല. അത് ജുമുഅക്ക് ശേഷം നിസ്കരിക്കണം. എന്നാൽ ആ സമയത്ത് അവനിക്ക് 2 റകഅത്ത് നിസ്കരിക്കാം, അത് തഹയ്യത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ജുമുഅക്ക് മുമ്പുള്ള 2 റകഅത്ത് കരുതുകയും ചെയ്യാം. അപ്പൊ ജുമുഅക്ക് മുമ്പുള്ള 2 റകഅത്തും കിട്ടി, തഹയ്യത്തും കിട്ടി. ഇനി ജുമുഅക്ക് മുമ്പുള്ള 2 റകഅത്ത് ബാക്കിയുണ്ട്, അത് ജുമുഅ നിസ്കരിച്ചിട്ട് ശേഷം നിസ്കരിക്കാം. മുമ്പുള്ള സുന്നത്തിനെ ശേഷത്തേക്ക് ചിന്തിച്ചാൽ ഖളാഉം ചെയ്യില്ല. അപ്പൊ ജുമുഅക്ക് മുമ്പ് ഇവൻ 2 റകഅത്ത് മാത്രമേ നിസ്കരിക്കാവൂ സുന്നത്ത് നിസ്കാരം. അത് തന്നെ തഹയ്യത്തിനെ കരുതിയാലേ തഹയ്യത്തിന്റെ കൂലിയും കിട്ടും. ഇനി പള്ളിയിലെ വരാന്തയിലാണ് ഒരാൾ വന്നു പെട്ടത്. അത് പള്ളിന്റെ അകത്ത് സ്ഥലം കിട്ടിയില്ല, അങ്ങനെ പള്ളിന്റെ വരാന്ത, പള്ളിയായി ഒക്കുപ്പ് ചെയ്യാത്ത സ്ഥലം, എന്നാൽ ആ സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ഒന്നും നിസ്കരിക്കരുത് ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. കാരണം അവിടെ വെച്ച് തഹയ്യത്ത് നിസ്കരിച്ചാൽ തഹയ്യത്തിന്റെ കൂലി കിട്ടൂലല്ലോ. തഹയ്യത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി പള്ളി ചേർത്താണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് തഹയ്യത്ത് നിസ്കരിക്കരുത്. ഇനി ഒരാള് പള്ളിയിലെത്തി, ഖുതുബ തീരാറായിട്ടുണ്ട്. അപ്പൊ ഇവനിപ്പൊ 2 റകഅത്ത് നിസ്കരിച്ചാല് അവനക്ക് തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം കിട്ടൂല. എന്നാൽ അയാൾക്ക് നല്ലതെന്താ, ആടെ തന്നെ നിൽക്കുക, ഇരിക്കരുത്. ഇരുന്നാൽ തഹയ്യത്തിന്റെ കൂലി നഷ്ടപ്പെടുമല്ലോ. എന്നിട്ട് ഇമാമ് ജുമുഅ നിസ്കാരത്തിന് കൈകെട്ടിയാൽ ഇമാമിനെ നോക്കി നിസ്കരിക്കുക. എന്നാലും ആ സമയത്ത് സുന്നത്ത് നിസ്കാരത്തില് ഏർപ്പെട്ടിട്ട് ഇമാമിനോടൊപ്പമുള്ള തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശ്രേഷ്ഠത കളയരുത്. ഇനി ഒരാളങ്ങനെ കൈ കെട്ടി വന്ന ഉടനെ തന്നെ ഖുതുബ കയ്യാറായിനി, എന്നാൽ ഇമാമിന് സുന്നത്താണ് ഇവനെ ശ്രദ്ധയിൽപ്പെട്ടാല് ഖുതുബ കുറച്ചൊന്ന് നീട്ടുക, ദുആ കുറച്ചൊന്ന് നീട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇവർക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമല്ലോ. ആ നിലയ്ക്ക് ചെയ്യല് സുന്നത്താണ്. ഒന്നുകൂടി പറഞ്ഞാല് തഹയ്യത്ത് കിട്ടത്തക്ക രൂപത്തിലുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരമല്ലാത്ത വേറെ ഒരു നിസ്കാരവും തന്നെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത്. ആ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹായിട്ട് കെട്ടുപെടുക പോലും ഇല്ല.